സോ നെക്സ്റ്റ് ട്രിപ്പിലാണ്. ഇപ്പം ഞാനുള്ളത് ധനുഷ്കോടിയിലാണ്. സോ കേരളത്തിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് രാമേശ്വരവും ധനുഷ്കോടിയും ഒക്കെ കവർ ചെയ്യാൻ പറ്റിയ ട്രിപ്പിന്റെ ഫുൾ ഡീറ്റെയിൽസ് കണ്ടാലോ? കേരളത്തിൽ ട്രിവാൻഡ്രത്ത് നിന്നും സ്റ്റാർട്ട് ചെയ്ത് പാലക്കാട് വഴി മധുരൈ വരെ പോകുന്ന ട്രെയിനാണ് അമൃത എക്സ്പ്രസ്. രാവിലെ 10 മണിയാവുമ്പോൾ നമ്മൾ മധുരൈ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തും. അവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ ഫ്രഷായി പുറത്തിറങ്ങി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നേരെ ഞാൻ പോയത് മധുര മീനാക്ഷി അമ്പലത്തിലേക്കാണ്. അമ്പലവും പരിസരവും ഒക്കെ ചുറ്റിക്കറങ്ങി ഒരു ലോക്കൽ ബസ്സും എടുത്ത് നേരെ പോയത് MGR ബസ് സ്റ്റാൻഡിലേക്കാണ്. അവിടെ നിന്ന് രാമേശ്വരത്തേക്ക് ഇടവിട്ട് ബസ്സസ് അവൈലബിൾ ആണ്. ഒരു 3.5-4 മണിക്കൂറോളം എടുക്കും മധുരയിൽ നിന്നും രാമേശ്വരം ബസ് സ്റ്റാൻഡ് വരെ എത്താൻ. പാമ്പൻ ബ്രിഡ്ജ് ഒക്കെ കയറിയാണ് നമ്മൾ രാമേശ്വരം ബസ് സ്റ്റാൻഡ് എത്തുന്നത്. അവിടെ അടുത്ത് തന്നെ ഒരുപാട് ബഡ്ജറ്റ് സ്റ്റേസ് ഒക്കെ അവൈലബിൾ ആണ്. അങ്ങനെ അന്ന് അവിടെ കിടന്നുറങ്ങി രാവിലെ സൺറൈസും കണ്ട് നേരെ പോയത് ധനുഷ്കോടിയിലേക്കാണ്. രാമേശ്വരം ടെമ്പിളിന്റെ അടുത്തുള്ള അഗ്നി തീർത്ഥത്തിന്റെ ഫ്രണ്ടിൽ നിന്നാൽ രാവിലെ 7:30 മുതൽ ധനുഷ്കോടിക്ക് ബസ്സസ് അവൈലബിൾ ആണ്. ബസ്സിൽ കയറി കുറച്ചു ദൂരം പോകുമ്പോൾ മുതൽ രണ്ട് സൈഡിലും ബീച്ചസ് കണ്ടു തുടങ്ങും. പിന്നെ ആ ബീച്ചിന്റെ നടുക്കൂടുള്ള റോഡിൽ കൂടെയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ എൻഡായിട്ടുള്ള അരിച്ചൽ മുനയിലാണ് പോയി ഇറങ്ങിയത്. അവിടെയൊക്കെ ചുറ്റിക്കണ്ട് ഒരു പിക്കപ്പിൽ കയറി നേരെ വന്നത് ഗോസ്റ്റ് ടൗൺ എന്നറിയപ്പെടുന്ന ധനുഷ്കോടിയിലേക്ക്. 1964 സൈക്ലോണിൽ നശിച്ച ചർച്ചും റെയിൽവേ സ്റ്റേഷനും ഒക്കെ കണ്ട് അടുത്ത ബസ്സിൽ നേരെ വീണ്ടും രാമേശ്വരം ടെമ്പിളിൽ വന്നിറങ്ങി. ലോങ്ങസ്റ്റ് കോറിഡോർ ഇൻ ദ വേൾഡ് എന്ന സ്പെഷ്യാലിറ്റി കൂടുള്ള ടെമ്പിളാണ് ഈ രാമനാഥ സ്വാമി ടെമ്പിൾ. അതും കണ്ട് വേണമെന്നുണ്ടെങ്കിൽ APJ അബ്ദുൽ കലാം മെമ്മോറിയലും അബ്ദുൽ കലാമിന്റെ വീടും ഒക്കെ കവർ ചെയ്ത് നമുക്ക് തിരിച്ചു മടങ്ങാം. രാമേശ്വരം ബസ് സ്റ്റാൻഡിൽ നിന്ന് തിരിച്ചു പോകാൻ മധുരൈ, കോയമ്പത്തൂർ, ചെന്നൈയിലേക്കൊക്കെ ലോങ് സർവീസ് ബസ്സസ് അവൈലബിൾ ആണ്.